സംഭവം വിദേശങ്ങളിലൊക്കെ ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മുടെ നാടിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് എന്താ പറയുക, ഒരു വ്യത്യാസം വളരെ പ്രകടമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് കാണിച്ചു തരാം എന്താണ് കാര്യമെന്നല്ലേ. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന, കറണ്ടൊക്കെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ജനറേറ്ററാണ് കേട്ടോ. ഈ ജനറേറ്ററിൽ നിന്ന് പല ഫീഡറുകളിലേക്ക് ഇങ്ങനെ സപ്ലൈ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി പ്ലാൻ. എന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് സംഗതി. ഇതാണ് പരിപാടി. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് എത്ര നീളം വേണമെങ്കിലും കൊണ്ടുപോകാവുന്ന തരത്തിലാണ് കേട്ടോ ഈ സംഭവം. വയറുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ജനറേറ്ററാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്തിന് ഈ ഒരു ജനറേറ്റർ എന്നുള്ളത് പറഞ്ഞുതരാം. സപ്ലൈ ഫീഡറാണ്, കണക്ട് ചെയ്യുന്ന കണക്ടറാണ് ഇരിക്കുന്നത്. ജനറേറ്ററിൻ്റെ രൂപം ഇവിടെ റോഡാണ്. ഈ റോഡിൽ ജസ്റ്റ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് വണ്ടി ഇവിടെ നിർത്തിയിരിക്കണം കേട്ടോ. കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ജനറേറ്റർ ഇവിടെ താൽക്കാലികമായി കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് പറയാൻ പോകുന്നത് കേട്ടോ. കാരണം കാര്യം എന്താണെങ്കിലും അത് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ജനറേറ്റർ നിർത്തിയിരിക്കുന്ന വെഹിക്കിളിൻ്റെ ഇടത് ഭാഗത്തായിട്ട്, ഇങ്ങനെ നോക്കുമ്പോൾ വലത് ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ട്രാൻസ്ഫോമർ കാണാൻ പറ്റും. ദേ ഇവിടെ പിറകിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ. പിറകിലായിട്ട് ആ ബിൽഡിങ്ങിനോട് ചേർന്ന് വലിയ ഒരു ട്രാൻസ്ഫോമർ ദേ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആണ്. അത് ഇനി റിപ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോമറിനെ ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി താൽക്കാലികമായി സപ്ലൈ നിർത്തേണ്ടതുണ്ട്. സപ്ലൈ നിർത്തിയാലും ലൈനിൽ സപ്ലൈ ഉണ്ടാവുന്നതിന് വേണ്ടിയും, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലെ കനത്ത ചൂട്, പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തൊക്കെയുള്ള കനത്ത ചൂടിൽ, ഇതിപ്പോൾ ജിദ്ദയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കനത്ത ചൂടിനെ എന്താ പറയുക, ഒരു കാരണവശാലും ഒരു മിനിറ്റ് പോലും സപ്ലൈ ഓഫ് ചെയ്യാനാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ ഓഫ് ചെയ്യാതെ ജനറേറ്റർ സപ്ലൈ കൊണ്ട് ഈ ഏതാനും ബിൽഡിങ്ങിലേക്കുള്ള കണക്ഷൻ വരുന്ന ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോമറിനെ മാറ്റി പുതിയത് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഉപഭോക്താവിന് ഒരു കാരണവശാലും ഒരു പ്രശ്നം വരുന്നില്ല. ഒരു ബിൽഡിങ്ങിലേക്കുമുള്ള പവർ സപ്ലൈ നിന്നു പോകുന്നുമില്ല. എന്നാൽ കൃത്യമായ ഇടവേളയെടുത്ത് ആവശ്യമുള്ള എക്യുപ്മെൻറ്റുകൾ മാറ്റി സ്ഥാപിക്കാനൊക്കെ ഈ തരത്തിൽ ഉള്ള ജനറേറ്റിംഗ് സംവിധാനം കൊണ്ട് സാധ്യമാവുന്നു. ഏറ്റവും വലുതായി നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനസ്സ് തന്നെയാണ്. കാരണം നമുക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി പഠിക്കാനും അത് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളിലേക്ക് എത്തുകയും അത്തരം സർവീസുകൾ നമ്മൾ കമ്പൽസറി ആയിക്കൊണ്ട് പർപ്പസ്ഫുള്ളി നമ്മുടെ ഏരിയകളിലേക്ക് എത്തിക്കുകയും നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിറകിലുള്ള ചേതോവികാരം. അത്തരത്തിൽ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന എന്താണ്, നമ്മുടെ NHൻ്റെ മുഴുവൻ പണി തീരുന്നതിന് മുമ്പ് തന്നെ, NH 66ൻ്റെ പണികൾ തീരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഓരോ വ്യത്യസ്ത ഭാഗങ്ങൾ പൊളിഞ്ഞു തുടങ്ങി. വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. കാരണം കേരളത്തിൽ 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മൺസൂൺ, അതും അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും എല്ലാം തന്നെ കാലാവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥാന്തരത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇച്ഛാശക്തിയുള്ള യുവ തുർക്കികളായ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനാവട്ടെ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ തിരഞ്ഞെടുപ്പുകളും. ഇനിയുള്ള കാലമെങ്കിലും ജനങ്ങൾ അല്പമെങ്കിലും മനസ്സ് തുറന്ന് നല്ല രൂപത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ രാജ്യത്തിന് ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതികൾ ഉണ്ടാവുള്ളൂ. നമ്മൾ കാണുന്ന തരത്തിലുള്ള പുരോഗതിയല്ല നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറി അല്പം കൂടി വ്യത്യസ്തമായ വികസനോന്മുഖമായ മറ്റൊരു മുഖം നമുക്ക് നാടിന് പ്രദാനം ചെയ്യേണ്ടതുണ്ട്. യുവ തുർക്കികൾ കാര്യക്ഷമതയോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി തന്നെ
ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം. പുതിയ വോട്ടർമാരൊക്കെ ഏറ്റവും നന്നായി ചിന്തിച്ചുകൊണ്ട് തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നാടിൽ നടക്കുന്ന അവസ്ഥ നിങ്ങളൊക്കെ കാണുന്നതാണ്. കാരണം യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകളാണ് ഓരോ സർവീസ് സെക്ടറുകളിലും പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കുക. കാരണം ഇവർക്ക് നമ്മൾ കാണുന്നു ഭരിക്കുന്ന പാർട്ടികളുടെ ദല്ലാളന്മാർ, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഒക്കെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വേണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും തരത്തിൽ ഉപഭോക്താവിന് ലഭിക്കുന്ന സർവീസുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടാൽ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ കനത്ത നഷ്ടപരിഹാരം, അത് മിനിറ്റുകൾക്കാണെങ്കിലും മണിക്കൂറുകൾക്കാണെങ്കിലും അത് കണക്കാക്കി നൽകേണ്ടി വരും. നമ്മുടെ നാട്ടിലും സർവീസ് സെക്ടറിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ്.